യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഈ ശുശ്രൂഷ ആലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വരാൻ വേണ്ടി, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ പിതാവ് നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചു. അവിടുത്തെ പ്രത്യേക കൃപയാലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരുണയുടെ പ്രവാചിക എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ ഇപ്രകാരം പറഞ്ഞു: ഒരു വ്യക്തി എൻ്റെ നന്മയെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പിശാച് ആ വ്യക്തിയുടെ മുൻപിൽ ഭയന്ന് വിറയ്ക്കുകയും പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സ്ഥലമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു പ്രവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിശാച് ആ വ്യക്തിയുടെ മുൻപിൽ ഭയന്ന് വിറയ്ക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കൺവെൻഷൻ വന്നിരിക്കുന്ന പോലെ തന്നെ കൊടാനുകൂടി മാലാഖമാരുടെ സംരക്ഷണം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈശോ മരുഭൂമിയിൽ ഉപവാസത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് പിശാച് പ്രലോഭനായി വന്നുകൊണ്ട് തന്നെ പിശാച് ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ വിശുദ്ധ ഫൗസ്റ്റീനോട്, ഒരു വ്യക്തി കർത്താവിൻ്റെ നന്മയെ മഹത്വപ്പെടുത്തുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കും. ഹല്ലേലൂയ. പിശാച് ഭയന്ന് വിറയ്ക്കും. എങ്കിൽ പിശാചിനെ വിറപ്പിക്കാൻ, പിശാചിനെ ഭയപ്പെടുത്താൻ നമുക്ക് കർത്താവ് എന്നുള്ളൊരു അധികാരമാണ്, ഒരു ശക്തിയാണ് അവിടുത്തെ മഹത്വപ്പെടുത്തുക, അവിടുത്തെ സ്തുതിക്കുക എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ സ്തുതിപ്പിനെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പറയുന്നൊരു ഒരു പ്രധാന ഭാഗത്ത് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ഒരു വ്യക്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ പാപത്തിൻ്റെ അടിമ ചങ്ങലകൾ പൊട്ടിത്തകരും. ഹല്ലേലൂയ. ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പാപത്തിൻ്റെ അടിമച്ചങ്ങലകൾ എന്ന് വെച്ചാൽ കാലാകാലങ്ങളായി പിശാച് അടിമത്തത്തിലാക്കിയിരുന്ന വ്യക്തികളുടെ ചങ്ങലകൾ പൊട്ടും. അത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു തീഷ്ണതയുള്ള സ്വരം, അഭിഷേകമുള്ള സ്വരം തുടക്കത്തിലേ ഉണ്ട്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അടിസ്ഥാന വിഷയം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഭാഗമാണ്. നമ്മൾ ഒത്തിരി കേട്ട് പരിചയമുള്ളതാണ്. 6-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങളിൽ യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരിക്കുകയാണ്. 3.5 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് ഈശോ മലമുകളിൽ ഇരിക്കുകയാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. ആ സമയത്ത് 5-ാമത്തെ വാക്യം വചനപ്രകാരം പഠിപ്പിക്കുന്നു: യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് ഈശോ കണ്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മലമുകളിൽ ഇരിക്കുന്ന ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്ന വലിയ ജനതയെ വളരെ ദൂരെ വെച്ച് തന്നെ കാണുകയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ വളരെ ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ 23ാമത് ദൈവശബ്ദ കൺവെൻഷൻ്റെ ആരംഭ ദിവസത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് നമ്മൾ ഈ ആലയത്തിലേക്ക് വന്നിരിക്കുമ്പോൾ
നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീട്ടിലെ ക്രമീകരണങ്ങൾ ധ്യാനത്തിന് വേണ്ടി നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ യേശു നമ്മളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് പഞ്ഞവും പരിവട്ടവും പറഞ്ഞ് പരാധീനതകളെക്കുറിച്ച് ആകുലപ്പെട്ട എല്ലാവരുടെയും കൈവശം ഓരോ കുട്ട അപ്പം ഉണ്ട്. ഹല്ലേലൂയ. ഒരു കൊട്ട അപ്പം കൈവശം ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ആർത്തി അനുസരിച്ച് ഒരു കുട്ട വയറ്റിനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ വയറ് നിറച്ച് അപ്പം കഴിച്ച് കയ്യിലൊരു വലിയ കൊട്ടയിൽ അപ്പവുമായിട്ട് ഇവർ ചുമന്നുകൊണ്ട് നടക്കുക. ഒരു പക്ഷേ ഈശോ തമാശക്കാട്ടിൽ മനസ്സ് വിചാരിച്ചിട്ടുണ്ടാകും, അപ്പമില്ല എന്ന് പറഞ്ഞ ഫിലിപ്പോസ്, അപ്പമില്ല എന്ന് പറഞ്ഞ അന്ത്രയോസ്, നീ ഇതൊന്ന് ചുമക്ക, കാരണം എൻ്റെ കരബലം എന്താന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഇവിടെ അച്ചോർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് സേവ്രിക്കാൻ വട്ടാച്ചൻ്റെ കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് എറണാകുളത്ത് ചെന്നപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് മാസങ്ങളിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് വട്ടാച്ചൻ ആ ശുശ്രൂഷയ്ക്ക് എത്താൻ വേണ്ടി പറ്റില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണൊക്കെ ചുവന്ന് തൊടുത്ത് പുറത്തേക്ക് നോക്കാൻ വേണ്ടി വയ്യ. അന്ന് കൺവെൻഷൻ ഓൾറെഡി അറേഞ്ച് ചെയ്തു. അവിടെ ഫ്ലെക്സിലൊക്കെ സേവ്രിക്കാൻ വട്ടാച്ചൻ ശുശ്രൂഷ നടത്തുമ്പോൾ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുകയാണ്. അന്ന് പോകാൻ വേണ്ടിയിട്ട് അച്ഛനും പിന്നെ അൽമായ സഹോദരനേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ആൾക്കാർ വെച്ച് എന്തി അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാണ്. അത് ഈ അച്ഛനല്ല, വട്ടാഴ്ച എന്ത് അങ്ങനെ വട്ടാഴ്ചന് കണ്ണ് വയ്യാത്തതുകൊണ്ട് ഇന്ന് വന്നിട്ടില്ല. അത് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേര് വണ്ടി എടുത്ത് വിട്ടുപോയി. കൺവെൻഷൻ്റെ ആരംഭം അങ്ങനെയായിരുന്നു. എന്തായാലും പ്രിയപ്പെട്ടവരെ, അവസാന മണിക്കൂറായപ്പോൾ ആരാധന ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു 15-20 മിനിറ്റ് ആരാധന ഉണ്ടായിരുന്നു. ആ സമയത്ത് സമൂഹത്തോട് പറഞ്ഞു, ഇതാ ഈശോ തൻ്റെ മഹത്വത്തോടു കൂടി എഴുന്നള്ളുന്ന സമയമാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അന്ന് ആ പ്രാർത്ഥന ശുശ്രൂഷയിൽ ആ കൊച്ചി പ്രദേശത്തിലെ പാവപ്പെട്ട കുറേ ആൾക്കാർ ആ ശുശ്രൂഷയുണ്ടായിരുന്നു. അവർ പ്രത്യേകത, അവർ യേശുവേന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, പോയി ഭക്ഷണം കഴിച്ചാൽ സമയമുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കും. പാവപ്പെട്ട മനുഷ്യർ ഈശോ എന്നുള്ള വിളി കേട്ടാൽ തന്നെ ഒരു അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തെ വിളിക്കുന്ന സംഭവം അച്ചോറൊക്കെയാണ്. ആരാധനയ്ക്ക് ഈശോ എടുത്തു വെച്ചു. അവസാനം സമാപന ആശീർവാദം കൊടുത്തിട്ട് ഈശോയെ എടുത്ത് അപ്പുറത്ത് സക്രാരി വെക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്ന് ടീമാങ്ങൾ ഒരുമിച്ച് അൽത്താരെ നന്ദി പറയുമ്പോൾ ഇതാ ഗ്രൗണ്ടിൻ്റെ പുറകിൽ വലിയൊരു ബഹളം. എന്താ കാര്യം എന്നറിയാൻ വേണ്ടി അച്ഛൻ കൂടെയുള്ളൊരു ശുശ്രൂഷകനെ പറഞ്ഞയച്ചു. പോയ ശുശ്രൂഷകൻ തിരിച്ചു വരുന്നില്ല. ആ ശുശ്രൂഷനും അവിടെ നിന്ന് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പിന്നെ ഒരു പാട്ട് പാടുന്ന ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് പോയിട്ട് അവരോട് സ്തുതിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി പറയും, ഇത് എറണാകുളമാണ്, സന്ധ്യയായി, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ചേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ സ്തുതിച്ചുകൊണ്ട് അൽത്താരയിലേക്ക് വരിക. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടമാണത്. പട്ടംകെട്ടി 1 വർഷം കഷ്ടിയായിട്ടുള്ളൂ ആ സമയത്ത്. അന്ന് സംഭവിച്ച കാര്യം, എറണാകുളത്ത് വരാപ്പുഴ ഭാഗത്തുനിന്ന് ഒരു അമ്മച്ചിയും ഒരു മകനെ കൊണ്ട്, ജന്മന ഊമനായ ഒരു മകനെയും കൊണ്ട് അന്ന് ആ കൺവെൻഷൻ വന്നിരുന്നു. അവൻ കൺവെൻഷൻ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. 18 വയസ്സോളം ഇവന് പ്രായമുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനും കൈ ഉയർത്തും. മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് ഇവനെ അനുകരിക്കും. അവർ കൈയടിക്കുമ്പോൾ ഇവൻ കൈയടിക്കും. അമ്മയുടെ കൂടെ നിൽക്കുകയാണ്. ആരാധന സമയത്ത് എല്ലാവരും ഈശോയെ വിളിക്കുമ്പോൾ കൈ ഉയർത്തുന്നത് കണ്ടപ്പോൾ ഇവന് കൈ ഉയർത്തി. ഇവൻ ഈശോയെ വിളിക്കാൻ വേണ്ടി പറ്റില്ല, ഒരു അപശബ്ദം മാത്രമേ ഉള്ളൂ. എന്നാൽ ദിവ്യകാരുണ്യ ഈശോയെ എടുത്ത് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അമ്മ മകൻ്റെ കരം ചേർത്ത് പിടിച്ച് അമ്മ ഹൃദയം തുടങ്ങി ഈശോയെ വിളിച്ചൊരു ഒരു അലർച്ചയുടെ കരച്ചിലാണ്. ആ സമയത്ത് സമൂഹം മുഴുവൻ നിലവിളിക്കുന്നു. അന്ന് കൂടി അച്ഛൻ ആശീർവാദം കൊടുത്ത് ഈശോയെ കൂടെ പുറകോട്ട് പോവുക. ആ സമയത്ത് സംഭവിച്ച കാര്യം, ജന്മന ഊമനായിരുന്ന ഈ ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് ടിൻറ്റു എന്നാണ്, അവൻ്റെ മുഖത്തേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റിൽ ടോർച്ചിൻ്റെ പ്രകാശം മുഖത്തേക്ക് വരുന്ന പോലെ മുഖത്തേക്ക് തിരുവോസ്തിയിൽ നിന്ന് ഒരു പ്രകാശം വന്നടിച്ചു. ആ സമയത്ത് ഇവൻ്റെ തൊണ്ട ഈ ഭാഗം മുഴുവൻ അങ്ങ് മരവിച്ചു പോയി. ആശീർവാദം കഴിഞ്ഞ് അമ്മ കുരിശ് വരച്ചിട്ട് പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മകനിങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ്. അമ്മ പെട്ടെന്ന് മോൻ്റെ തോളത്തേക്ക് കൈവിട്ട് മോനെ എന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ്. ആ വിളിച്ച സമയത്ത് അവൻ വാ തുറന്ന് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞൊരു വിളിയും, പിന്നെ വട്ടഞ്ഞ അഭിഷാഗ്നിയിലെ ടൈറ്റിൽ സോങ് ആയിട്ട് പറഞ്ഞ പാട്ടുണ്ട്, പരിശുദ്ധാത്മാവ് സഹായിക, വാ തുറന്ന് ഇവനോട് പാട്ട് പാടുകയാണ്. ഹല്ലേലൂയ. ജന്മന ഊമനായിരുന്ന ചെറുപ്പക്കാരൻ, അവൻ കൗൺസിലിങ്ങിന് പോയില്ല, ആരും പോയി പ്രാർത്ഥിച്ചില്ല. ദിവ്യകാരൻ ഈശോ സ്ഥലം അവൻ്റെ അമ്മ കൈ പിടിച്ച് അങ്ങ് നിലവിളിച്ചോളൂ. ആ തിരുവോസ്തി ഈശോ അങ്ങ് ചെന്നു അവനെ സ്പർശിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടാൽ പിന്നെ മിണ്ടാതിരിക്കുന്നവരും മിണ്ടില്ലേ? ഹല്ലേലൂയ.
പറഞ്ഞു വിട്ട ശുശ്രൂഷയൊക്കെ സ്തുതിച്ചുകൊണ്ട് വരിക. ഇത് കേട്ടപ്പോൾ അച്ഛനും വാക്കുകളും എല്ലാവരും സ്തുതിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛനൊക്കെ അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് സേവ്രകാം പട്ടാച്ചിലൂടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ 100,000-ഓളം ആൾക്കാരുടെ കൺവെൻഷൻ നടക്കുന്ന 2009 നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അന്ന് അൾത്താരയെ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തി, 1 വർഷം മുമ്പ് എൻ്റെ അധരങ്ങളെ കർത്താവ് തുറന്നതാണ്, ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ വരാപ്പുഴ ഭാഗത്ത് ഒരു പള്ളിയിൽ ഞായറാഴ്ച ഗാന ശുശ്രൂഷയ്ക്ക് ഇവൻ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ ഭാരം, കുടുംബത്തിൻ്റെ അവസ്ഥകൾ തലയിലെ ഒരു മുടിയുടെ താഴെ വീഴുന്നത് പോലും കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മച്ചിമാർക്ക്, ഏതെങ്കിലും അപ്പച്ചന്മാർക്ക് ഇന്ന് നേരം വെളുത്ത് എത്ര മുടി താഴെ വീണെന്ന് അറിയാവോ? വല്ല മുടിയും ചായയിലോ ഭക്ഷണത്തിലോ വീണാൽ നമ്മൾ അറിയുന്നു, അല്ലാതെ വേറെ ഒന്നും നമ്മൾ അറിയാൻ സാധ്യത ഇല്ല. ഹല്ലേലൂയ. ശരി, ഒരു മുടിയുടെ താഴെ വീഴുന്നത് കർത്താവ് അറിയുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഇന്നിവിടെ കൺവെൻഷൻ നടക്കുന്നതോ ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നതോ കർത്താവ് അറിയുന്നുണ്ട്. അവിടുന്ന് അറിയാതെ ഒന്നും മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അച്ചറിയ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ധോണിയിൽ താമസ ധ്യാനം നടക്കുമ്പോൾ ഈ സഹോദരി വന്നപ്പോൾ ശരീരം മുഴുവൻ കരിനീലച്ച് രക്തം കട്ട പിടിച്ച പോലെ കിടക്കുകയാണ്. ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസമായപ്പോൾ ഈ സഹോദരി അവിടെ ഒരു ആൾത്താരുടെ സൈഡിൽ ക്രൂശിത രൂപമുണ്ട്. എല്ലാവരും ഭക്ഷണത്തിന് പോയ സമയത്ത് ക്രൂശിത രൂപത്തിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ. അച്ഛന്മാരെ കണ്ടിട്ടില്ല, സിസ്റ്റേഴ്സിനെ കണ്ടില്ല, ആരും പോയില്ല. ഈശോയുടെ അടുത്തങ്ങ് വന്നു, കാലെ പിടിച്ച എൻ്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കരഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയമാണ്. മറ്റൊരു വരുന്ന കണ്ടപ്പോഴേക്ക് സഹോദരി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഈ സഹോദരി പറയുക, ശരീരത്തിൽ കരിനീലച്ച് കടന്നിരുന്ന സകല പാടുകളും മാറി, പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇവിടെ ഈശോയുടെ അടുത്ത് വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ, എന്താണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവെ നന്ദി. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി വന്ന ഒരാളും വെറുതെ നിരാശരായി പോകാൻ ഇടയാവുകയില്ല. സംഖ്യയുടെ പുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ഈശോ അപ്പം കരുതിയ പോലെ സംഖ്യയുടെ പുസ്തകത്തിലും ഇതിന് സമാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം വചനപ്രകാരം പറയുന്നത്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. കർത്താവ് താൻ തിരഞ്ഞെടുത്ത മോശ പ്രവചനം പറയാണ്, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ. ഹല്ലേലൂയ. എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. അതിന് പശ്ചാത്തലവും ഈ പീലിപ്പോസ് അപ്പസ്തോലൻ പരാതി പറഞ്ഞ പോലത്തെ ഒരു പശ്ചാത്തലമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ അഹ്റോന്റെ കൂട്ടായ്മയിൽ കർത്താവ് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് ജനത്തിന് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, ദാഹമായി തുടങ്ങി, വെള്ളം കിട്ടുന്നില്ല. ആ സമയത്ത് ഇസ്രായേൽ ജനം തങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വചനപ്രകാരം പഠിപ്പിക്കുകയാണ്, ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. ഹല്ലേലൂയ. കുടുംബത്തിൽ അപ്പൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും വിശന്നിട്ടിരുന്ന് കരയാണെങ്കിൽ ആ കുടുംബനാഥൻ്റെ സ്ഥിതി എന്താവും? മോശ ചെല്ലുമ്പോൾ കാണുന്നതാണ്, ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും, 1-2 കുടുംബത്തിലും വ്യത്യാസമില്ല, ഓരോ കുടുംബവും ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടായ്മ പല പ്രാവശ്യം പ്രകടമാകുന്നത് മോശയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്, കർത്താവിനെതിരെ പിറുവിറുക്കുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിക്കിരുന്ന് വിലപിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന്റെ കോപം ആളിക്കത്തി. 11-ാമത്തെ വാക്യം, മോശയ്ക്ക് നീരസം ജനിച്ചു. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ കണ്ണുനീര് വേദന കണ്ടപ്പോൾ മനസ്സലിഞ്ഞ മോശ കർത്താവിനോട് പറയാണ്, കർത്താവേ, അങ്ങ് ഈ ദാസനോട്, ഈ ജനത്തോട് ഇങ്ങനെ കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്?
തേനും പാലും ഒഴുകുന്ന ഒരു ദേശം സ്വപ്നം കണ്ടുകൊണ്ട് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോശയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പോൾ പാതി വഴി വെച്ച് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. മോശയ്ക്കെതിരെ ജനം പിറുപിറുക്കുകയാണ്, ദൈവത്തിനെതിരെ പിറുപിറുക്കുകയാണ്. ഈ സമയത്ത് മോശ പറയും, കർത്താവേ, അങ്ങ് ഇത്ര കഠിനമായി ഈ ദാസനോട് പ്രവർത്തിക്കുന്നത് എന്ത്? മനസ്സ് തകർന്ന് മോശ നിലവിളിക്കുക. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ മോശ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 12-ാമത്തെ വാക്യം, ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? മനസ്സ് തകർന്ന് പ്രത്യാശ മങ്ങിക്കൊണ്ടിരിക്കുന്ന മോശ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഈ ജനത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ മേൽ ചുമത്താൻ ദൈവം പറഞ്ഞ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇന്നത്തെ ജനം കരയുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഹല്ലേലൂയ. അടുത്ത വാക്യം, അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ടു പോകുക എന്ന് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഹല്ലേലൂയ. എന്നിട്ട് 14-ാമത്തെ വാക്യം, ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിന് അതീതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ തമ്പുരാന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പറയാണ്, ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിന് അതീതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കടബാധ്യത സ്വന്തം കഴിവിന് അതീതമായിരിക്കാം. രോഗം ഡോക്ടർമാർ ഉപേക്ഷിച്ചു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് സ്വന്തം കഴിവിന് അതീതമായ രോഗവുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തകർച്ചയിലൂടെ കടന്നുപോയി ഇനി മുന്നോട്ട് ആത്മഹത്യ മാത്രം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടായ്മ ഉണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. മോശ പറഞ്ഞു, കർത്താവേ, ഇത് എൻ്റെ കഴിവിന് അതീതം ആണ്. ഹല്ലേലൂയ. ഇത് എൻ്റെ കഴിവിന് അതീതമാണ്. 15-ാമത്തെ വാക്യത്തിൽ എന്നിട്ട് മോശ അവസാനമായിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഹല്ലേലൂയ. മോശ തൻ്റെ ദൈവത്തോട് പറയാണ്, കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഇങ്ങനെയാണ് ഞങ്ങളോട് വർത്തിക്കുന്നതെങ്കിൽ കരുണ തോന്നി, കൃപ തോന്നി എന്നെ ഒന്ന് കൊന്നു കളയണം. ഇവിടെ അച്ചോറക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അനേകരെ, കുടുംബനാഥന്മാരെ, കുടുംബനാഥകൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലും ഭേദം മരിക്കുകയായിരുന്നു, ഇതിലും ഭേദം മരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു ചേട്ടൻ പറഞ്ഞു, ഞെരുക്കം വന്ന് കഷ്ടപ്പാട് വന്ന് കടലിൽ ചാടാൻ വേണ്ടി പോയി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. പക്ഷെ തിരമാല വരുന്ന കണ്ടപ്പോൾ പേടിച്ചിട്ട് കയറിപ്പോന്നു. ഹല്ലേലൂയ. ഇന്ന് ആ വ്യക്തി വരദാനങ്ങളുടെ ശുശ്രൂഷയെ കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉയർത്തുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ വ്യക്തിയെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. ഹല്ലേലൂയ. ഇവിടെ മോശം പറയാണ്, ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ കൊന്നു കളയണം, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മോശ എളിമപ്പെട്ടു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ദൈവത്തിൻ്റെ കരുണയിൽ മോശ ശരണപ്പെട്ടു. നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ഇനി അധ്വാനിക്കാൻ ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു, ദൈവം തരണം എന്ന ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൽ ശരണപ്പെടുന്നവരെ അവിടുന്ന് കൈവിടുകയില്ല. മോശയുടെ കർത്താവ് പറഞ്ഞു സംഗീത പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 18 മുതൽ വാക്യങ്ങൾ, അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും. ഹല്ലേലൂയ. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും. 19-ാമത്തെ വാക്യം, 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. ഹല്ലേലൂയ. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. ഏതെങ്കിലും ഒരു ക്രിസ്മസിന്, ഏതെങ്കിലും ഒരു ഈസ്റ്ററിന്, ഏതെങ്കിലും ഒരു പെരുന്നാളിന്, എല്ലാ ഞായറാഴ്ച കർത്താവ് പറയണേ 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. അടുത്ത വാക്യം, നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയും, നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും.
ഹല്ലേലൂയ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, 12 അപ്പോസ്തലന്മാര് ഓരോ കുട്ട അപ്പം ചുമന്നതുപോലെ ഇസ്രായേൽക്കാര് ഒരു മാസത്തേക്ക് ഇറച്ചി കഴിച്ചു. ഒരു മാസത്തേക്ക് മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ അവർ ഭക്ഷിച്ചു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ പരാതി പറയുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ കർത്താവിനോട് കണ്ണീരോടെ നിലവിളിക്കുന്നത്, ആ കാര്യത്തിന്മേൽ ദൈവം അളവറ്റ വിധം തൻ്റെ കൃപ വർഷിക്കും. ഹല്ലേലൂയ. രോഗത്തെക്കുറിച്ചാണെങ്കിൽ അവിടെ സൗഖ്യമായി കർത്താവ് കടന്നു വരും. കടബാധയാണ് അവിടെ പ്രശ്നമെങ്കിൽ അവിടെ സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധിയായി കർത്താവ് കടന്നു വരും. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാതെയാണ് നമ്മൾ നിലവിളിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് ശക്തിയോടെ കടന്നു വരും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇത് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇടവേലായിരുന്ന സമയത്ത് സെമിനാരി പോകുന്നതിന് മുമ്പ് അൽത്താരപാലാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അൽത്താര കയറി നിൽക്കാൻ. പക്ഷേ കയറി നിന്ന പേടി കാരണം ആരെ നോക്കാൻ പറ്റില്ല. കാറസൂസ വായിക്കാൻ എനിക്ക് 1-2 പ്രാവശ്യം തന്നു. പക്ഷേ വായിക്കുന്നത് ആർക്കും മനസ്സിലാകാത്തതുകൊണ്ട് വികാരിച്ച് പറഞ്ഞു, ഇന്ന് വായിക്കണ്ട. ഹല്ലേലൂയ. വെള്ളവും വീഞ്ഞും ഒരുക്കാൻ വേണ്ടി ആദ്യകാലങ്ങളിൽ സമ്മതിച്ചിരുന്നു. ഒരു തുള്ളി വെള്ളമാണ് ആ സ്പൂണിൽ എടുക്കുന്നത്. അത് മിക്കവാറും വിറച്ച് പല പ്രാവശ്യം വെള്ളം താഴെ. അപ്പോൾ പിന്നെ വികാരച്ചൻ പറഞ്ഞു, അതും ചെയ്യണ്ട. പിന്നെ ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കാന്നുള്ളതായിരുന്നു. പല പ്രാവശ്യം അച്ഛൻ്റെ കൂടെ ഇതും പിടിച്ചിരിക്കുമ്പോൾ കൈ വിറയ്ക്കുമ്പോൾ അച്ഛൻ പല പ്രാവശ്യം താത്തി പിടിക്കുക, പിന്നെ പൊങ്ങും, താത്തി പിടിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ കമ്മ്യൂണിയൻ പ്ലേറ്റും പിടിക്കണ്ട. ഹല്ലേലൂയ. പിന്നെയുള്ളത് സമാധാനം കൊടുക്കാൻ പോക്കായിരുന്നു. പേടിച്ച് വിറച്ച് കൈയൊക്കെ മരവിച്ചിരിക്കുന്നതുകൊണ്ട് സമാധാനം കൊടുത്തപ്പോൾ ചില പറഞ്ഞു, ആ കൊച്ചിൻ്റെ കൈ ഇങ്ങനെ ചത്തവരുടെ കൈ പോലെ. ഹല്ലേലൂയ. അപ്പോൾ അതും തീർന്നു. പിന്നെ ആകപ്പാടെ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അൽത്താരവാര അഥവാ ചെയ്തുകൊണ്ടിരുന്നത് മണി അടിക്കാൻ വേണ്ടി വിട്ടു. കാരണം വിറയലുള്ളതുകൊണ്ട് അത് വളരെ നന്നായിട്ട് പോകുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ലേഖനം വായിക്കാൻ കയറിയാൽ പേടി. പക്ഷേ ഒരു വചനം കർത്താവ് ഹൃദയത്തിൽ ശക്തിയായി തന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമുക്ക് കഴിവില്ലായിരിക്കാം, നമുക്ക് ശക്തിയില്ലായിരിക്കാം, നമുക്ക് പരിചയമില്ലായിരിക്കാം. പക്ഷേ നമ്മളെ വിളിച്ച, നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മോശ വിക്കനായിരിക്കാം, പക്ഷേ മോശയെ വിളിച്ച കർത്താവിന് വിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദാവീദ് ബാലനായിരിക്കാം, പക്ഷേ ദാവീദിനെ വിളിച്ച കർത്താവ് ബാലനല്ല, അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. മോശയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം, ദാവീദൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പീലിപ്പോസിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇവരെ നയിക്കുന്ന, ഇവരെ വിളിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല.